അല്ല അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഈ പശുവിന്റെയും പോത്തിനെയും കൊല്ലുന്ന കാര്യം പറഞ്ഞല്ലോ, പിന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രായം ചെന്ന പശുവിനെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ജീവനോടെ കുഴിച്ചിടാൻ പറ്റിയല്ലോ. ചാവും കുഴിച്ചിടുക എന്നുള്ളൂ, അല്ലാതെ അറുത്ത് കഴിക്കുന്നതിനോട് വിയോജിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബീഫ് കഴിക്കാത്തോണ്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ. പക്ഷെ അതിൽ ഏറ്റവും വലിയ വേറൊരു വസ്തുത എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാ? കോഴിക്കോട് ഏറ്റവും വലിയ രാജ്യം. ഓ, ഇത്രയും വലിയ ചോദ്യം ചോദിച്ചാൽ കൂടുതലൊന്നും വരാനില്ല. കോഴിക്കോട് ഏത് രാജ്യം? കോഴിക്കോട്. കാരണം എന്റെ നാട്ടിലുണ്ടല്ലോ ഒരു ഇന്ത്യയാണ്. അല്ല അതിനൊരു ഇത് പറഞ്ഞിട്ട് അല്ല അതും കട്ട് ചെയ്തല്ലേ, അതൊന്നും കളയില്ല, ഞാൻ ഏറിപ്പോട്ടെ എന്നല്ലേ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അല്ല അന്നെ ഞാൻ പട്ടിന്ന് വിളിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മള് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിലുള്ള. എന്റെ നാട്ടിലുണ്ടല്ലോ ഈ ആ ഒരു ഏരിയയിലൊക്കെ ഈ ബീഫിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ അടുപ്പിച്ചൊരു 4-5 ഷോപ്പുണ്ട്. ഈ ഷോപ്പിലൊക്കെ 1.5 കിൻഡൽ ബീഫ് ഡെയിലി അറക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച അതുകൊണ്ട് ചോദിച്ചു. അല്ല, ഈ വേറൊരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്, അതായത് ഈ RSSന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ ആദ്യത്തെ ഒരു 10 കമ്പനിയുടെ ഇതിനകത്ത് ഒരു 7 പേരെങ്ങാണ്ടോ കൃത്യമായിട്ടുള്ള പഠനമുള്ള 7 പേര് ഇന്ത്യയിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബീഫിന് വേണ്ടി വാദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ RSS ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ബീഫിനെ കുറിച്ച്. അല്ല, അതാണ് പറഞ്ഞത്. അപ്പം ഈ ബീഫ് എന്ന് പറയുന്നത് ഈ പോത്തിനെ തന്നെയാണ് വെട്ടുന്നതെന്ന് എന്തുറപ്പ്? ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫിലെല്ലാം പെടുന്നുണ്ട്. സത്യമായിട്ട് പറഞ്ഞാൽ പശുവും പെടുന്നുണ്ട്, പോത്തും പെടുന്നുണ്ട്, കാളയും പെടുന്നുണ്ട്, എരുമയും പെടുന്നുണ്ട്. എല്ലാത്തിനും കൂടി ഒറ്റയ്ക്ക്. അല്ല, എരുമയിറച്ചി, പോത്തിറച്ചി, പശു ഇറച്ചി, ഈ ഹോട്ടലിൽ കാളയിറച്ചി ചിലപ്പോ പശു ചിലപ്പോ പട്ടിയായിരിക്കും. പട്ടിയാവാൻ സാധ്യതയില്ല. അതൊരു വല്ലാത്ത ഉപമയായി. കേരളത്തിൽ എന്താണല്ലോ ഒരിടത്തും, സഹോദരന് കേൾക്കാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ന്യൂസ് തന്നെ കണ്ടിട്ടുണ്ടാവും. കോഴിക്കോട് പല ഹോട്ടലിൽ നിന്നും ഈ പറഞ്ഞ ഈ വേസ്റ്റ് ഇട്ട ആളിനടുത്ത് നിന്ന് ഈ പട്ടിയുടെയും ഇതിന്റെയും ഒക്കെ ബാലൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഞാൻ മുമ്പ് ബീഫ് കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് പുറത്ത് എവിടെ ഇറങ്ങിയാലും പൊറാട്ടയും ബീഫും വേണമെന്ന് പറയലുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നതാ. എനിക്കത് എന്താ പറയുക, ഇപ്പം എനിക്കത് റിയാക്ഷൻ വരുന്നത് കൊണ്ടാട്ടോ, അല്ലാതെ ബീഫിനോട് വെറുപ്പുണ്ടായിട്ടോ. അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം അപ്പം എന്നോട് വേണേൽ ചോദിക്കാം, നീ പന്നിയിറച്ചിയപ്പോൾ എന്താ കഴിക്കാതെ ബീഫ് മാത്രം കഴിക്കുന്നു ചോദിച്ചാൽ, എനിക്കിഷ്ടമുള്ളത് കഴിക്കാനുള്ള അവകാശം എൻ്റെ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. അതാണ് അതിന് ഉത്തരം. അല്ല, ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനെ കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയിലോ അല്ലെങ്കിൽ തീവ്രവാദം പ്രചരിപ്പിക്കാനോ ഉള്ളതല്ല. നമുക്കിഷ്ടമുള്ളത് പറയാനും, ഇഷ്ടമുള്ളത് ചിന്തിക്കാനും, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും, ഇഷ്ടമുള്ളത് കഴിക്കാനും, ഇഷ്ടമുള്ളത് ധരിക്കാനും ഉള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നിടത്തോളം കാലം നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കും. അത് പശു ആണെങ്കിലും പന്നിയാണെങ്കിലും, പന്നി ഇഷ്ടമുള്ളവർക്ക് പന്നി കഴിക്കാം. അതായത് അതിനെ എതിർക്കുന്നില്ല ആരും. നീ അത് മൈക്കും എടുത്തിട്ട് ഈ നാടായ നാട് മുഴുവനവും റിപ്പീറ്റ് ചെയ്ത് ഇതിലെ പ്രശ്നം എവിടെയാന്ന് പറയട്ടെ. അല്ല, ഇതിലെ പ്രശ്നം അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രശ്നം. അതായത് പന്നി കഴിക്കുന്ന ഒരു വ്യക്തി, അതായത് പോർക്ക് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഇഷ്ടമുള്ളത്രയും കഴിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അത് കഴിക്കരുതെന്ന് പറയാൻ ആർക്കാ അവകാശം? ബീഫ് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ്, അത് ചോദ്യം ചെയ്യാൻ വേറെ ആർക്കാണ് അവകാശം? അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ് അതാ. അതായത് സഹോ, നീ 1 കിലോ ബീഫ് മേടിച്ചിട്ട് ഇവനും തിരിച്ചിട്ട് തന്നെ കാര്യം. ബാക്കി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ സംസാരിച്ച് ബീഫിലോട്ടും പന്നിലോട്ടും പോയി. കണ്ണം മാറി ബീഫിലേക്ക്. അതെ.